വരുന്നത് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്നുള്ളതാണ്. കൈമാറ്റത്തിനുള്ള ഹർജി US സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. ശരത്ലാൽ ചേരുന്നു. ശരത്ത്, വലിയൊരു നയതന്ത്ര വിജയം എന്നുകൂടി പറയാമല്ലേ? അതെ സേതുലക്ഷ്മി, വളരെ നയതന്ത്ര വിജയം എന്ന് വേണേ നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ ബോംബെ ആക്രമണ കേസിലെ ഗൂഢാലോചനയും അതേപോലെ പ്രധാന പ്രതിയുമാണെന്ന് ഇന്ത്യൻ അന്വേഷണ സംഘം കണ്ടെത്തിയ വ്യക്തിയാണ് റാണ. ഈ റാണയെ ഇന്ത്യയിൽ എത്തിക്കാൻ നിരവധി തവണ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായത് മുതൽ ഇതുവരെയുള്ള ആദ്യ മോഡി സർക്കാർ ഉള്ളപ്പോൾ തന്നെ വളരെ ശക്തമായ സമ്മർദ്ദം അമേരിക്ക മേൽ ചെലുത്തിയിരുന്നു. എന്നാൽ അമേരിക്കൻ കോടതിയുടെ നിയമപ്രശ്നങ്ങളും അതുപോലെ അമേരിക്കൻ സർക്കാരിൻ്റെ വിമുഖതയും കാരണം ഒരു റാണയെ ഇന്ത്യക്ക് വിട്ടു തന്നിരുന്നില്ല. സ്വാഭാവികം റാണയെ സംബന്ധിച്ചോളം റാണയ്ക്ക് വധശിക്ഷ നൽകരുത് എന്നൊരു ഉപാധി മാത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതി വെച്ചിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ ഉപാധിയോട് ഇന്ത്യൻ നയതന്ത്ര മന്ത്രാലയം ഇതുവരെ ഉറപ്പൊന്നും നൽകിയിട്ടില്ല. ഏതായാലും റാണയെ ഇന്ത്യയിൽ എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ വിധി വന്നു കഴിഞ്ഞു. ഇന്ത്യക്ക് കൈമാറാനുള്ള എല്ലാവിധ ഉത്തരവിലും സുപ്രീം കോടതി ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി റാണയ്ക്ക് മറ്റൊരു നിയമ നടപടിയിൽ കൂടി നൽകാനുള്ളൂ. അതായത് പ്രസിഡന്റിനെ ഇത് സംബന്ധിച്ച ഒരു ഹർജി സമർപ്പിക്കാം. ട്രംപ് അത്തരത്തിലുള്ള ഹർജി പരിഗണിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഇന്നത്തെ സാഹചര്യത്തിൽ പരിഗണിക്കില്ല എന്ന കാര്യത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് പൂർണ്ണ ഉറപ്പുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച വിദേശകാര്യ സെക്രട്ടറി തന്നെ വിദേശകാര്യ സെക്രട്ടറി ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ വേളയിൽ അമേരിക്കയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിവിധ അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് അദ്ദേഹം ജയശങ്കർ ചർച്ച നടത്തിയിരുന്നു. ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു ഉത്തരവ് പുറത്തിരിക്കുന്നത്. ഏതായാലും റാണയെ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ എത്തിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. സുപ്രീം കോടതി ശരിവെച്ച സാഹചര്യത്തിൽ റാണിയെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കാനുള്ള ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ച സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ ഉത്തരവ് നടപ്പാക്കപ്പെടും എന്ന് തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും റിപ്പബ്ലിക് ദിന തലേന്ന് തന്നെ ഇത്തരമൊരു ശുഭവാർത്ത ഇന്ത്യക്ക് ലഭിച്ചത് വളരെ വലിയ നേട്ടമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നു. സേതുലക്ഷ്മി, ബോംബെ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനും അതേപോലെ തന്നെ മുഖ്യപ്രതിയുമാണ് റാണ. അതായത് പാകിസ്ഥാനിലെ ജയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകളുമായി നേരിട്ട് ബന്ധമുള്ള റാണയാണ് ISIക്ക് വേണ്ടി ഇത്തരമൊരു നീക്കം നടത്തിയത് എന്നായിരുന്നു NIA അന്വേഷണത്തിൽ തെളിഞ്ഞത്. അന്ന് മുതൽ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ വേണ്ടി സമ്മർദ്ദമായിരുന്നു അമേരിക്കയ്ക്ക് മേൽ സമർപ്പിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് റാണ കോടതിയെ സമീപിക്കുകയും ഇന്ത്യൻ ന്യായ വ്യവസ്ഥയിൽ തനിക്ക് സംരക്ഷണം ലഭിക്കില്ല എന്ന രീതിയിലുള്ള കോടതി നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്ത് ഈ കോടതി നടപടികളൊക്കെ സുപ്രീം കോടതി വിധിയോടെ കൂടി അസാധുവായിരിക്കുകയാണ്. ഏതായാലും റാണയെ ഇന്ത്യക്ക് ഉടൻ തന്നെ ഇന്ത്യയിലെത്തിക്കും. ഇന്ത്യയിലെ നിയമ നടപടികൾക്കും നിയമവ്യവസ്ഥകൾക്കും വിധേയമായി അദ്ദേഹത്തെ വിചാരണ ചെയ്യും എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സേതുലക്ഷ്മി. ഓക്കെ ശരത്ലാൽ, മുംബൈ ഭീകരാക്രമണ കേസിൽ മുഖ്യപ്രതി കനേഡിയൻ പാക് പൗരനായ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറും എന്ന നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൈമാറ്റത്തിനുള്ള ഹർജി US സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനം ഈ മുംബൈ ആക്രമണത്തിലെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളായ പാകിസ്ഥാൻ അമേരിക്കൻ ഭീകരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ഈ തഹാവൂർ റാണയ്ക്ക് ബന്ധമുണ്ട് എന്ന സംശയമടക്കം ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു നയതന്ത്ര വിജയം തന്നെയാണ്. മാത്രമല്ല, ഇന്ത്യക്കൊരു ഇരട്ടി മധുരം എന്ന് പറയുന്ന നാളെ റിപ്പബ്ലിക് ദിനമാണ്. അതിന് മുന്നോടിയായി ഒരു ഭീകരനെ ഇന്ത്യക്ക് ലഭിക്കുന്നു എന്ന വിവരമാണിപ്പോൾ ശരത്ലാൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.